ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ എന്നാൽ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മടക്ക് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ദോശയിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വലിപ്പമുള്ള സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ സോഫ്റ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റി കൊടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കൊഞ്ചാണ്. കൊഞ്ച് ഞാൻ ഇവിടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കൊഞ്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതവിടെ കൊഞ്ചിത ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴന്ന് വന്ന ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറിക്കിട്ടും കേട്ടോ. അങ്ങനെ ഇതിവിടെ ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റ് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഞാൻ കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിവിടെ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ അടിച്ചെടുത്തതിന് ശേഷം കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇതിവിടെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ ഈ ഒരു ലൂസിലാട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ലൂസായിട്ടും പോകണ്ട, ഒരുപാട് ടൈറ്റായിട്ട് അങ്ങനെയും വേണ്ട കേട്ടോ. ഇനി നല്ല ചൂടായ പാത്രത്തിലേക്ക് ഇതുപോലെ ദോശ നമുക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ദോശമാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്തും നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഫില്ലിങ് ആയിക്കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, തീരെ കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് മറ്റേ ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിക്കിട്ടും.
ഇനി നമുക്കിത് തിരിച്ചും മറിച്ചുവിട്ട് ദോശ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. ഇതിൻ്റെ ഒരു ഉൾഭാഗമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമെല്ലാം നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഒരു എന്താ പറയുക ഒന്ന് വിട്ടുപോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ദോശമാവ് കൂടി അതിലേക്ക് ആ ഒരു സൈഡിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതവിടെ ബാക്കിയുള്ള ദോശ മുഴുവനും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊഞ്ചന്നെ വേണമെന്നൊന്നും ഇല്ല, മുട്ട വെച്ചിട്ടും ചെയ്യാം, അതുപോലെ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള മീൻ വെച്ചിട്ടും ചെയ്യാം, ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റ് കേട്ടോ. നമുക്ക് കറിയൊന്നും തയ്യാറാക്കി ഒരുപാട് സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇതവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ 3 ദോശയെ കാണിക്കുന്നുള്ളൂ കേട്ടോ. മൊത്തത്തിൽ എനിക്ക് 5 ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മടക്ക് ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.